ഇന്ററാക്ഷനിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ ഉത്തരം ശരിയായി പറയാൻ, മടി കൂടാതെ പറയാൻ, മനോഹരമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, ഈ സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇത്രയും ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് രാമായണ കഥ പറയാൻ, ഭജന ചൊല്ലാൻ, പാട്ട് പാടാൻ, അങ്ങനെയുള്ള നിങ്ങളുടെ സ്ട്രെങ്ത്തിന്റെ പുറത്ത് പൊടി ഒരു ഡസ്റ്റ് ഉണ്ട്. നമ്മൾ കാറിന്റെ വൈപ്പർ കൊണ്ട് ഡസ്റ്റ് കളയുന്ന കണ്ടിട്ടില്ലേ? വൈപ്പർ അടിക്കുമ്പോൾ എന്തുണ്ടാവുക? ഒരു വെള്ളം ഷവർ ചെയ്ത് വരും. വൈപ്പ് ചെയ്യുമ്പോൾ ആ പൊടിയൊക്കെ പോവും, ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ക്ലാരിറ്റി കിട്ടും. എന്ന പോലെ നിങ്ങളാകുന്ന കുട്ടികളുടെ മനസ്സിൽ എവിടേക്കോ ചെറിയൊരു പൊടി പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഒരു ഷവർ വരുന്നു, വൈപ്പ് ചെയ്യുന്നു, നമ്മുടെ ക്ലാരിറ്റി കൂടുന്നു, നമുക്ക് യാത്ര ചെയ്യാൻ, ഡ്രൈവ് ചെയ്യാൻ സുഖമാവുന്നു. അതിന് ആദ്യം വേണം പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മളിതാ രാമായണത്തിന്റെ ഒരു അറ്റം മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ കുറേ ഉണ്ട്. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, അങ്ങനെ അങ്ങനെ വിവിധ കാണ്ഡങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നാലോ? ഇന്ന് നമ്മുടെ ഹീറോ ആരാ? ഹനുമാൻ, അല്ലെ? ഹനുമാൻ ശിവചൈതന്യമുള്ള ഒരു സന്തതിയാണ്, വായുപുത്രനാണ്. കേസരിയും അഞ്ജനയുമാണ് ശരിക്കും മാതാപിതാക്കൾ. നമുക്കറിയാം വാനരവീരനാണ് ഹനുമാൻ. ഹനുമാൻ ചെറുപ്പത്തിൽ ബാലസൂര്യനെ കണ്ടപ്പോ അതൊരു പഴമാണോ എന്ന് കരുതിയിട്ട് സൂര്യന് നേരെ ചാടിയ ഹനുമാനെ ദേവേന്ദ്രൻ ഒന്ന് ശിക്ഷിക്കുകയാണ്. ദേവേന്ദ്രന്റെ ഒരു വജ്രായുധം കൊണ്ട് ഹനുമാന്റെ ഹനു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ താടി എന്നാണ്. ആ ഹനു ഛേദിച്ച് അങ്ങനെ ഹനുമാൻ എന്നൊരു പേര് വന്നു. ഹനുമാൻ കുറുമ്പ് നിർത്തിയില്ല. ഹനുമാൻ വീണ്ടും കുസൃതികൾ തുടർന്നു. അവിടെ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്ന, യാഗം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഹനുമാൻ ചെന്ന് കുറുമ്പ് കാണിക്കും. പാത്രങ്ങളൊക്കെ തട്ടിയിട്ടു, പഴങ്ങളൊക്കെ എടുത്തെറിഞ്ഞു, പൂക്കളൊക്കെ വലിച്ചെറിഞ്ഞു. അപ്പൊ മഹർഷിമാർക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയി. അവര് പറഞ്ഞു, ഇവനിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഒരു ചെറിയൊരു ശാപം ഹനുമാൻ. എന്താണെന്നറിയാമോ? ഹനുമാന്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഈ സ്ട്രെങ്ത് ഹനുമാൻ അറിയുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഹനുമാൻ അത് മറന്നുപോകും. ഹനുമാൻ കിട്ടിയ ശാപം, സ്വന്തം ശക്തി, അത് പതുക്കെ ചിലപ്പോൾ മറന്നുപോകും. മറ്റാരെങ്കിലും ഒക്കെ ഹനുമാനെ ഉത്തേജിപ്പിക്കുകയും ഉണർത്തുകയും ഉയർത്തുകയും മോട്ടിവേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും റിമൈൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹനുമാനെ ശക്തി തിരിച്ചറിയുകയും അത് പ്രയോഗിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ഹനുമാനെ പ്രകീർത്തിച്ചിരിക്കുന്ന രാമായണത്തിലെ ചാപ്റ്റർ ഏതാ? സുന്ദരകാന്ഡം. രാമായണത്തിലെ മൂന്നാമത്തെ കാണ്ഡം ഏതാണെന്നറിയാമോ? ആദ്യത്തെ കാണ്ഡം രണ്ടാമത്തെ കാണ്ഡം മൂന്നാമത്തെ കാണ്ഡം. അയോധ്യയിൽ നിന്നും പിന്നെ എന്ത് സംഭവിച്ചു? വനവാസത്തിന് പോയി. ആരണ്യകാന്ഡം. നിങ്ങൾ ബാലകാന്ഡത്തിലൂടെ, അയോധ്യാകാന്ഡത്തിലൂടെ വനത്തിലേക്ക് എത്തി, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ആ വനത്തിൽ വെച്ചാണ് സീതയെ ആര് അപഹരിക്കുന്നത്, മോഷ്ടിക്കുന്നത്, കട്ടുകൊണ്ടുപോകുന്നത്? രാവണൻ. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? പുഷ്പക വിമാനത്തിൽ. ഇതില് ഹനുമാന്റെ വീരവർണ്ണനകൾ ഏറ്റവും കൂടുതൽ ഏത് കാണ്ഡത്തിലാ? സുന്ദരകാന്ഡം. സകല ശുഖ കുലവിമല തിലകിത കളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥയമമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള വാക്കുകളും വർണ്ണനകളും ഒക്കെ കൊണ്ട് സമൃദ്ധമാണ് രാമായണം. അങ്ങനെ സീതയെ പുഷ്പക വിമാനത്തിൽ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ എവിടെ പോയി, ആര് ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കുന്ന സമയത്താണ് സുഗ്രീവനും ഹനുമാനുമായിട്ട് രാമനും ലക്ഷ്മണനും പരിചയപ്പെടുന്നത്. ഹനുമാൻ അപ്പോൾ മുതൽ ശ്രീരാമന്റെ ഉത്തമ ദൂതനായി, ഉത്തമ അനുയായിയായി മാറി. പിന്നീട് അങ്ങോട്ട് സീതാന്വേഷണം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഉത്തരവാദിത്വം, ഒരു ശ്രമം, അതിൽ രാമൻ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആളാരാണ്? ഹനുമാനാണ്. സുഗ്രീവന്റെ വാനരപ്പടകൾ എല്ലാവരും ചേർന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി വനത്തിലൂടെയെല്ലാം സീതയെ അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് അവർക്കൊരു വിവരം കിട്ടുന്നത്, ഇവിടെ നിന്നും കുറേ ദൂരെ കടലിന്റെ അപ്പുറത്ത്, എളുപ്പമൊന്നും നമുക്ക് കരയിലൂടെ നടന്നെത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്താണ് രാവണന്റെ രാജധാനി. എന്താണ് ആ രാജധാനിയുടെ പേര്? ലങ്ക. ലങ്കയിലാണ് സീത. എങ്ങനെ അവിടെ എത്തിച്ചേരും? എളുപ്പമല്ല. അവിടെ പോകാനായിട്ട് ഈ വാനരന്മാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആലോചിച്ചപ്പോ ഇവിടെ നിന്നും
കടലിൽ ചാടിക്കടന്ന് വേണം ലങ്കയിലെത്താൻ. അത്രയും ദൂരം ചാടിക്കടക്കാൻ എളുപ്പമല്ല. അപ്പൊ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോഴേ ഒരാളുണ്ട്, ഹനുമാൻ. ആരാ? ഹനുമാൻ ദ ഹീറോ. ഹനുമാനോട് എല്ലാ വാനരന്മാരും കൂടെ ചേർന്ന് നിന്ന് പറയാണ്, ജഗത് പ്രാണനന്ദന, അല്ലയോ ഹനുമാനെ, അഞ്ജനപുത്ര, വാനരവീര, കേസരിപുത്ര, വായുകുമാര, ഉണരൂ ഉണരൂ. ഹനുമാനെ അവര് പ്രചോദിപ്പിച്ച് ഹനുമാന്റെ ശക്തി തിരിച്ചറിയിച്ച് ഹനുമാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഹനുമാൻ സ്വയം മനസ്സിലായി, ഞാനത്ര ശക്തി കുറഞ്ഞ ദുർബലനായിട്ടുള്ള ആളല്ല. എന്താ ഹനുമാനോട് അങ്ങനെ പലതവണ പറയേണ്ടി വരാൻ കാരണം? ശാപം കിട്ടിയിട്ടുണ്ട്. മറന്നുപോയി സ്വന്തം ശക്തി ഉണർത്തിയപ്പോ ഹനുമാന് വളരെ പവർഫുൾ ആവാൻ പറ്റി. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരും ഹനുമാനെ പോലെയാണ്. നമുക്ക് നല്ല ശക്തിയുണ്ട്, നമുക്ക് നല്ല പവർ ഉണ്ട്. നമ്മൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു ഉണർത്തണം. നമുക്ക് കൂട്ടത്തിലിരുന്ന് കഥ കേൾക്കാൻ നല്ല രസമാണ്. ഇവിടെ വന്നൊന്ന് പറയേണ്ടി വരുമ്പോൾ എന്തൊക്കെ വർക്ക് ചെയ്യണമെന്നറിയോ? നമ്മുടെ ബ്രെയിൻ, മെമ്മറി പവർ, നമ്മൾ ആ മാറ്ററിനെ എങ്ങനെയാണോ കറക്റ്റ് വേർഡിങ് ആക്കിയിരിക്കുന്നത്, നമ്മുടെ ചിന്തകൾ നമ്മുടെ തലച്ചോറിലൂടെ സഞ്ചരിക്കണം, നമ്മുടെ നാവിൻ തുമ്പിലൂടെ ശബ്ദമായിട്ട് പുറത്തു വരണം, അത് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഹനുമാൻ എന്ന പേരിന്റെ സ്പെല്ലിംഗ് എന്തൊക്കെയാ? ഫസ്റ്റ് ലെറ്റർ H, second letter A, third letter then H stands for health. ഹനുമാൻ ഏറ്റവും ഹെൽത്തിയാണ്. നിങ്ങളെ കണ്ടാൽ, നിങ്ങളോട് സംസാരിച്ചാൽ ആളുകൾക്ക് നിങ്ങൾ നല്ല ആരോഗ്യമുള്ളവരാണ് എന്ന് തോന്നണം. അതിനെന്തിനെന്നറിയോ? നമ്മൾ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് കീപ്പ് ചെയ്യണം. ഹനുമാൻ നല്ല ആരോഗ്യമുള്ള ആളായതുകൊണ്ടല്ലേ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ചാടിക്കടന്ന് സമുദ്രമാർഗം സഞ്ചരിച്ച് ലങ്കയിലേക്ക് എത്തിയത്. ഹെൽത്തി ആയിരിക്കണം. അതിനാദ്യം ഞാനൊരു കാര്യം പറയാം. അതിരാവിലെ ഉണരുന്നതാണ് ഏറ്റവും നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്. നിങ്ങളുടെ ബുദ്ധി, ചിന്ത, ഓർമ്മ, ഭാവന, ക്രിയേറ്റിവിറ്റി എല്ലാം ഏറ്റവും നന്നായിട്ട് ട്യൂൺഡ് ആവാൻ രാവിലെ നേരത്തെ ഉണർന്ന് സഹായിക്കും. ഫുഡ് ഹാബിറ്റ്സ്. നിങ്ങൾ നല്ല കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നവരാണോ? നല്ല നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളവരാവണം, നല്ല ആരോഗ്യമുള്ള മനസ്സുള്ളവരാവണം, ആരോഗ്യമുള്ള ബുദ്ധിയുള്ളവരാണ്. നെക്സ്റ്റ് ലെറ്റർ എന്താ? എ ഫോർ അഡ്വെഞ്ചറസ്. അഡ്വെഞ്ചറസ് സാഹസികത എന്നാണ് അർത്ഥം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെ അഡ്വെഞ്ചറസ് ആയിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ട് കാര്യം ചെയ്യാൻ അവസരം കിട്ടി ഓർഡർ ചെയ്യണം. ഹനുമാൻ ലങ്കയിൽ ചെന്നിട്ട് അശോകവനിയിൽ സീതാദേവിയെ കാണുന്നു. സീതാദേവിക്ക് രാമന്റെ മുദ്രമോതിരം കൊടുക്കുന്നു. സീതയോട് സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ രാമദൂതനാണ്. അവിടെയുള്ള കുറേ ആളുകൾ, പട്ടാളക്കാർ, പടയാളികൾ ഹനുമാനെ തളയ്ക്കാൻ വരുന്നു. അഡ്വെഞ്ചറസ് ആയ സാഹസികനായ ഹനുമാൻ അവിടെയൊന്നും തളർന്നില്ല. അവിടെ ചെന്ന് രാവണനെ വെല്ലുവിളിക്കുന്നു. ഹനുമാന്റെ വാലിൽ എണ്ണ കൊണ്ട് പന്തം പോലെ തീ ചുറ്റി ഹനുമാനെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. ഹനുമാൻ ആ വാല് കൊണ്ട് ലങ്കയെ മുഴുവൻ ദഹിപ്പിക്കുന്നു. ദാറ്റ്സ് കോൾഡ് ലങ്കാദഹനം. അപ്പൊ ഹനുമാൻ അത്രയും അഡ്വെഞ്ചറസ് ആണ്, സാഹസികനാണ്. നിങ്ങളും അങ്ങനെയാവണം. അടുത്ത ലെറ്റർ എന്താ? N ഫോർ നാച്ചുറൽ ഫ്രണ്ട്ലി. പ്രകൃതിയുമായിട്ടൊരു സൗഹൃദം വേണം നമുക്ക്. നിങ്ങൾ നല്ല പുഴകൾ കണ്ടിട്ടില്ലേ? മരങ്ങൾ, പൂക്കൾ, കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ, നല്ല ഗ്രീനറി, പച്ചപ്പ്. ഇന്ന് ഈ ഫ്ലാറ്റിൽ മാത്രം ജീവിച്ച് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലില് കുട്ടികൾക്ക് ഇതൊന്നും കാണാനോ മനസ്സിലാക്കാനോ അവസരം കിട്ടില്ല. എനിക്കൊക്കെ കുട്ടിക്കാലത്ത് ഞാനൊരു വില്ലേജിലാണ്, ഒരു ഗ്രാമത്തിലാണ് ജനിച്ച് ജീവിച്ചു വളർന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെയുള്ള പുഴകളും അരുവികളും തോടുകളും കനാലുകളും പരന്ന പച്ചപ്പാടങ്ങളും പച്ചക്കറി കൃഷി നടത്തുന്ന സ്ഥലങ്ങളും ഒക്കെയും എനിക്ക് ഏറ്റവും അടുപ്പമുള്ളതാണ്. അതുകൊണ്ട് എന്താ, നേച്ചറുമായിട്ട് ഫ്രണ്ട്ലി ആവാൻ പറ്റി. ഹനുമാൻ നേച്ചറുമായിട്ട് ഏറ്റവും ഫ്രണ്ട്ലിയാണ്. കാട്ടിലൂടെയാണ് സഞ്ചാരം, പഴങ്ങളാണ് കഴിക്കുന്നത്. ഹനുമാന് കിട്ടിയ ആ പ്രകൃതിയുമായി ഉള്ള ബന്ധം നമുക്കും കിട്ടണം. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വേണം. നെക്സ്റ്റ് ലെറ്റർ എന്താ? യുണീക്ക് ആയിരിക്കണം. യുണീക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഞാനായിരിക്കണം
സൂപ്പർ സ്റ്റാർ, ഞാനായിരിക്കണം സ്കോളർ, ഞാനായിരിക്കണം ഏറ്റവും സ്കോർ ചെയ്യുന്ന ആള്, ഞാനായിരിക്കണം യുണീക്ക് പേഴ്സൺ എന്ന ഒരാഗ്രഹം. യുണീക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൂട്ടത്തിൽ ഏറ്റവും അപൂർവതകളുള്ള ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരാളായിരിക്കണം. ഇനി എം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാഗ്നിഫിഷ്യന്റ് ആയിരിക്കണം. എന്ന് വെച്ചാലേ നിങ്ങൾ വളരെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ ഗംഭീരമായ വ്യക്തിത്വമുള്ള, എവിടെ ചെന്നെങ്കിലും ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന, അടുപ്പം തോന്നുന്ന, ആരാധന തോന്നുന്ന, ആദരവ് തോന്നുന്ന, റെസ്പെക്ട് തോന്നുന്ന, നിങ്ങളുടെ ഫാൻ ആകാൻ തോന്നുന്നവരായിരിക്കണം. നെക്സ്റ്റ് ലെറ്റർ എന്താ? അക്യുറേറ്റ്. ഹനുമാൻ വളരെ അക്യുറേറ്റ് ആയിട്ട് അവിടെ ലങ്കയിൽ ചെന്ന് രാവണനും രാമനും തമ്മിലുള്ള യുദ്ധത്തിനുള്ള കളമൊരുക്കി സേതുബന്ധനം നടത്തി ഈ കരയിൽ നിന്നുള്ള ആളുകളൊക്കെ കടൽ കടന്ന് ലങ്കയിലെത്താനുള്ള വഴിയൊരുക്കി അതിനൊക്കെ ലീഡർഷിപ്പ് നൽകി. അങ്ങനെ സീതയെ മോചിപ്പിച്ച് രാമൻ രാവണനെ വധിച്ച് രാമന്റെ വിജയത്തിന് വേണ്ടി കൂടെ നിന്നു. സൂക്ഷ്മതയോടെ, അക്യുറസിയോടെ. നിങ്ങളും അക്യുറേറ്റ് ആയിരിക്കണം. പഠിക്കുന്ന കാര്യങ്ങളിൽ, എഴുതുന്ന കാര്യങ്ങളിൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കാര്യങ്ങളിലൊക്കെ അക്യുറേറ്റ് ആയിരിക്കണം. ദ ലാസ്റ്റ് ലെറ്റർ എം. നോബിൾ ആയിരിക്കണം. നമുക്കൊരു ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ വ്യക്തിത്വം വേണം. കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ വളരും തോറും പരസ്പര ബഹുമാനമുള്ള, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള, പരസ്പര സ്നേഹമുള്ള ഹനുമാൻ എങ്ങനെയാണ് രാമനോട് ബിഹേവ് ചെയ്യുന്നത് നോക്കൂ, സുഗ്രീവനോട് ബിഹേവ് ചെയ്യുന്നത് നോക്കൂ, സീതാദേവിയോട് ബിഹേവ് ചെയ്യുന്നത് നോക്കൂ. അത്തരത്തിൽ നോബൽ ക്യാരക്ടറുള്ള കുട്ടികളാവണം. ഇന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നൊന്നായിട്ട് ചോദിക്കുകയാണ്, ഉത്തരം പറയാൻ റെഡി ആയിക്കോളൂ. രാമായണം ഏത് യുഗത്തിലാണ്? ഉറക്കെ പറയണം. രാമായണത്തിൽ ദ മെയിൻ ഹീറോ ക്യാരക്ടർ അവർ 4 പേരായിരുന്നു. ആരൊക്കെ? രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, അല്ലേ? ഏതൊക്കെയാണ് രാമായണത്തിലെ കാണ്ഡങ്ങൾ? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. പിന്നെ ഉത്തരകാന്ഡം എന്നൊരു കാണ്ഡം കൂടിയുണ്ട്. അതിലേറ്റവും പ്രോമിനന്റ് ഹനുമാൻ ചാപ്റ്റർ ഏതാണ്? സുന്ദരകാന്ഡം, അല്ലെ? സുഗ്രീവനോടൊപ്പം ഹനുമാൻ ചേർന്ന് രാമനും ലക്ഷ്മണനും വന്നപ്പോൾ അവരുമായിട്ട് സൗഹൃദമായിട്ട് സീതാന്വേഷണത്തിന് വേണ്ടി പോകാൻ തയ്യാറായിട്ട് ഏത് പർവ്വതത്തിന്റെ, മൗണ്ടന്റെ മുകളിൽ നിന്ന് ഹനുമാൻ ചാടിയത്? മഹേന്ദ്ര പർവ്വതം. പറഞ്ഞില്ലേ ഞാൻ? അങ്ങനെ ഹനുമാൻ സീതാന്വേഷണത്തിനെത്തി, ലങ്കയിലെത്തി, രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നടന്നു, സീതയെ മോചിപ്പിച്ചു. രാമായണം എന്ന സ്റ്റോറി കംപ്ലീറ്റ് ആവുമ്പോൾ ഹനുമാന്റെ ലെറ്റേഴ്സ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. H for A, N, nature friendly. U, unique. M, magnificent. A, accurate. N, noble. ഇന്നത്തെ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. എല്ലാവരും നന്നായി പഠിക്കുക, അവധിക്കാലം ആസ്വദിക്കുക, അടിച്ച് പൊളിക്കുക, ഹാപ്പി ആയിരിക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ, നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവണം. അഞ്ജനസുരനെ ഹനുമാനേ, വായുകുമാര ഹനുമാനേ, വാനരവീര ഹനുമാനേ, ശ്രീരാമദൂത ഹനുമാനേ, ലങ്കയിൽ ചാടിയ ഹനുമാനേ, ശ്രീരാമദൂത ഹനുമാനേ, വായുകുമാര ഹനുമാനേ, വാനരവീര ഹനുമാനേ, 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 ജയ് ഹനുമാൻ.